അസ്സലാമു അലൈക്കും. നമ്മുടെ അധ്യക്ഷൻ ഫാസിൽ ഈ പരിപാടിയിൽ നമ്മളോട് നേരത്തെ സംസാരിച്ച എനിക്കേറെ സ്നേഹാദരവുകളുള്ള യൂത്ത് ലീഗിൻ്റെ മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയായ നിങ്ങളുടെ MLA കുർക്കോളി മൊയ്തീൻ സാഹിബ് അവറുകൾ, പ്രിയപ്പെട്ട റഹൂഫ്, ഇവിടെ ഇരിക്കുന്ന എൻ്റെ സുഹൃത്ത് റിയാസ്, പ്രിയപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ നിയോജക മണ്ഡലം നേതാക്കൾ, പഞ്ചായത്ത് നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ആദ്യം നല്ല മനോഹരമായ ഒരു സമ്മേളനം ഈ മെമ്പർഷിപ്പ് കാലത്ത് സംഘടിപ്പിച്ച വെട്ടം പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയെ, ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഒരു അഭിനന്ദനം അറിയിക്കുവാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. അനീതിയുടെ കാലത്തിന് യുവതയുടെ തിരുത്ത് എന്നാണ് ഈ തവണത്തെ മെമ്പർഷിപ്പ് ക്യാമ്പയിന് അംഗത്വ കാലത്തിന് യൂത്ത് ലീഗ് കൊടുത്തിരിക്കുന്ന പ്രമേയം. ഈ കാലം അനീതിയിലാണ്ട് പോകുന്നുവെന്നും ഇവിടെ അസമത്വം നടക്കുന്നുവെന്നും നമ്മളും നമ്മുടെ പൂർവികന്മാർക്കുമൊന്നും ഒരു പരിചിതവുമില്ലാത്തൊരു കൾച്ചർ, ഒരു സ്വഭാവം ഈ നാട്ടിലുണ്ടാക്കാൻ നാട് ഭരിക്കുന്നവർ തന്നെ ശ്രമിക്കുന്നുവെന്നുമൊക്കെ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എല്ലാവരും കൂടി നമ്മളുടെ നാട്, അതിൻ്റെ സ്വഭാവം, അതിൻ്റെ കൾച്ചർ എല്ലാം മാറ്റാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അധികാരത്തിൽ വരാനും തെരഞ്ഞെടുപ്പിൽ ജയിക്കാനും 10 സീറ്റ് ഏറെ കിട്ടാനും ഇനിയുള്ള വഴി അല്പം വർഗീയത പറയലാണെന്ന് ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, CPIM അടക്കമുള്ള പാർട്ടികൾ പോലും ധരിച്ചു വച്ച ഒരു കാലത്താണ് നമ്മൾ ഈ സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കുന്നത്. അപ്പം അത് അതീവമായ ജാഗ്രതയോടുകൂടി ഈ സമൂഹത്തിൻ്റെ കരുതലോടുകൂടി യുവാക്കളുടെ ഒരു ശ്രദ്ധ ഇതിലൊക്കെ ഉണ്ടാകണമെന്നും ഈ കാലത്തിൽ നിങ്ങൾ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കണമെന്നും, എന്നിട്ട് നല്ല സുന്ദരമായ നമ്മുടെ പൂർവികന്മാർ നമ്മൾക്ക് രൂപപ്പെടുത്തി ഡിസൈൻ ചെയ്ത് തന്ന കാലത്ത് തിരിച്ചു പിടിക്കണമെന്നുമാണ് യൂത്ത് ലീഗ് ഈ പ്രമേയത്തിൽ പറയുന്നത്. ഇപ്പൊ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇപ്പൊ തട്ടത്തെ പേടിയാണ്. ഒരു തട്ടപ്പേടി കേരളത്തിൽ കുടുങ്ങിയിരിക്കുന്നു. ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ചു, ഇത് ഒരു 1 മീറ്ററോ 1.5 മീറ്ററോ ഉള്ള ഒരു തുണിശീലയാണ് ഈ തട്ടം. ഒരു നേർത്ത തുണിയാണ്. അത് പലതും പല കളറിലാണ്, വർണ്ണമാണ്. അത് കണ്ടിട്ട് നമ്മുടെ നാട്ടിൽ ഒരു സിസ്റ്റർ പേടിച്ചു അത്ര. അപ്പം അത് തട്ടത്തെ പേടിച്ചതല്ല, സ്വന്തം മനസ്സിൻ്റെ അകത്ത് അടിഞ്ഞുകൂടിയ മാലിന്യം കഴുകിക്കളഞ്ഞാൽ അത് നല്ല വൃത്തിയുള്ള ഒരു തുണിയായിട്ട് തോന്നുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തി പറയുന്നു, മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് തടവറയല്ല, അത് മറയല്ല, അതൊരു കഷ്ണം തുണിയുമല്ല, അത് അവരുടെ ആത്മാഭിമാനത്തിന്റെ കിരീടമാണ് എന്ന് നമ്മൾക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കണം. ആ ആത്മാഭിമാനത്തിന്റെ കിരീടവും ശിരസിൽ വഹിച്ചാണ് ഒരു ഇസ്ലാം മത വിശ്വാസിയായ സഹോദരി ജീവിക്കേണ്ടത്. അതിന് ഈ നാട് വലിയ പരിരക്ഷ നൽകുന്നുണ്ട്, സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. എന്നാൽ ചിലർക്കത് രാഷ്ട്രീയമാണ് ആ വിഷയം. അവിടെയാണ് മുസ്ലിം ലീഗ് വളരെ കരുതലോടുകൂടി പ്രതികരിച്ചത്. ഒരു ഞാഞ്ഞൂളില്, ഒരു ചൂണ്ടലിൽ ഞാഞ്ഞൂളിനെ കോർത്ത് നമുക്കുണ്ട് എറിഞ്ഞെന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു വശം കൂടി ഉണ്ട് ഇതിന്.
നമ്മൾ വിചാരിക്കും ഞാഞ്ഞൂളല്ലേ, അതിന് പോയി കൊത്തും. പക്ഷെ ആ ഞാഞ്ഞൂളിന്റെ ഉള്ളിൽ കൂർത്ത കൊളുത്താണ്. ആ കൂർത്ത കൊളുത്തിന്റെ നിയന്ത്രണം കരക്കിരിക്കുന്ന ആരുടെ കയ്യിലാണ്. അതിൽ നമ്മൾ കൊത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അവിടെ മുസ്ലിം ലീഗ് പാർട്ടിയെ പോലുള്ള ഒരു പാർട്ടി വളരെ കരുതലോടുകൂടി ആ വിഷയത്തെ സമീപിച്ചു. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാടിന്റെ സ്വഭാവത്തെ മാറ്റാനും കൾച്ചറിനെ മാറ്റാനും വോട്ട് കിട്ടാൻ, ജയിക്കാൻ, അധികാരത്തിൽ വരാനുമൊക്കെ ഇത്തരം നീചത്വങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനം മാറുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. അവിടെയാണ് ചെറുപ്പക്കാർ ഇടപെടേണ്ടത്. നിങ്ങൾ കാലത്തെയാണ് അഭിസംബോധന ചെയ്യേണ്ടത്. നവോത്ഥാനം എന്നൊരു വാക്ക് നിങ്ങൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ്. നവോത്ഥാന നായകന്മാരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ നവോത്ഥാനം എന്ന വാക്കിന്റെ യഥാർത്ഥ മലയാളം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ജീവിക്കുന്ന കാലത്തെ അഭിമുഖീകരിക്കലാണ് നവോത്ഥാനം. അങ്ങനെയെങ്കിൽ യൂത്ത് ലീഗ് ചെറുപ്പക്കാരോട് പറയുന്നത്, ഈ കാലത്തെ നിങ്ങൾ അഭിസംബോധനം ചെയ്യുക, ഈ കാലത്തെ നിങ്ങൾ അഭിമുഖീകരിക്കുക. 75 വർഷം പഴക്കമുള്ള ഒരു ഐഡിയോളജി നമ്മുടെ കയ്യിലുണ്ട്. ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും എന്ന് പറയുന്ന നമ്മുടെ രൂപീകരണം, നമ്മുടെ സ്ഥാപക നേതാവ് ഒരു ധൈര്യത്തിന്റെ കൂടി നാമമാണ്, ഒരു സന്നദ്ധതയുടെ കൂടിയും നാമമാണ്. 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. എന്നാൽ 1948 ജനുവരി മാസം 30-ാം തീയതി ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ ഈ നാട്ടിലെ ഒരു ഫാസിസ്റ്റ് വെടിവെച്ചു കൊന്നു. സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയിൽ 5 മാസത്തോളം ജീവിക്കാനാണ് ഗാന്ധിജിക്ക് അവസരം കൊടുത്തത്. ആ ഗാന്ധിജിയുടെ എല്ലുറുമ്പിയ ശരീരത്തിലേക്ക് ഇവിടുത്തെ ഫാസിസ്റ്റുകൾ വെടിവെച്ചിടുമ്പോൾ ഇങ്ങനെ ഒരു മനുഷ്യൻ ഞങ്ങളുടെ നാട്ടിലും ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ലോകം ആഗ്രഹിക്കുന്ന വ്യക്തിത്വമായിരുന്നു മഹാത്മാഗാന്ധി. സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയിൽ മഹാത്മാഗാന്ധി ജീവിച്ചത് 5 മാസമാണ്. അതിന്റെ അപ്പുറത്തേക്ക് രാഷ്ട്രപിതാവിനെ ജീവിക്കാൻ ഇവർ സമ്മതിച്ചില്ല. ആ മനുഷ്യനെ വെടിവെച്ച് കൊന്നിട്ട് ആ ഭൗതിക ശരീരത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഇവർ പറഞ്ഞു, ഇയാൾ പകുതി മുസ്ലിമും പകുതി ഹിന്ദുവുമാണ്, അതുകൊണ്ട് ഇദ്ദേഹം ജീവിക്കാൻ പാടില്ല. മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിച്ചതിനും പ്രവർത്തിച്ചതിനുമാണ് മഹാത്മാഗാന്ധിയെ കൊന്നത് എന്ന് കൊന്നവർ നമ്മളോട് പറഞ്ഞു. നിങ്ങൾ അവിടെ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ മഹാത്മാഗാന്ധി കൊല ചെയ്യപ്പെട്ട് കൃത്യം 2 മാസം കഴിഞ്ഞപ്പോഴാണ് 1948 മാർച്ച് 10-ാം തീയതി ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന ഒരു പാർട്ടി മുസ്ലിങ്ങൾക്ക് വേണ്ടി രൂപീകരിക്കാൻ തീരുമാനമെടുക്കുന്നത്. മഹാത്മാഗാന്ധിയെ കൊന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിച്ചതിന്റെ പേരിലാണെങ്കിൽ ആ ഭയം നിലനിൽക്കുന്ന ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു പാർട്ടി രൂപീകരിക്കാൻ എന്റെയും നിങ്ങളുടെയും നേതാവ് ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് കാണിച്ച ധൈര്യം നിങ്ങൾ വിസ്മരിക്കരുത്. നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് CH മുഹമ്മദ് കോയ സാഹിബിന്റെ ഒരു പ്രസംഗമുണ്ട്. അത് MSFകാരോടാണ് പ്രസംഗിച്ചത്. പക്ഷെ ആ പ്രസംഗത്തിന്റെ കാലം വേറെയാണ്. ഒരു കുട്ടിയും പഠിക്കാൻ പോകാത്ത കാലത്താണ് CH പ്രസംഗിക്കുന്നത്. എന്റെ മക്കളെ പഠിപ്പിക്കണം എന്നൊരു രക്ഷിതാവും തീരുമാനം പോലും എടുക്കാത്ത ഒരു നേരത്താണ് CH മുതലക്കുളത്തും പുത്തിരക്കണ്ടം മൈതാനിലും കോഴിക്കോട് കടപ്പുറത്തും നമ്മുടെ തിരൂരിലുമൊക്കെ വന്ന് തന്നെ കേൾക്കാൻ കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരോട്, കുട്ടികളോട്, രക്ഷിതാക്കളോട് പറഞ്ഞത്, പഠിക്കുക, പഠിക്കുക, വീണ്ടും വീണ്ടും പഠിക്കുക. ഇന്ന് ഞാൻ CHന്റെ വാക്ക് കടമെടുത്തത് പ്രസംഗിച്ചാൽ നിങ്ങൾക്കൊരു പുതുമയുള്ള വാക്കായിട്ട് തോന്നില്ല. അതിന്റെ കാരണം എല്ലാവരും പഠിക്കാൻ പോകുന്ന ഒരു കാലമാണിത്. എല്ലാവരും പഠിക്കാൻ പോകുന്ന ഒരു കാലം. അന്ന് ഒരാളും പഠിക്കാൻ പോകാത്ത ഒരു കാലത്താണ് CH അത് പ്രസംഗിക്കുന്നത്. ഞാൻ ഈ കാലിക്കറ്റ് സർവകലാശാലക്ക് CH തറക്കല്ലിടുന്നതിന്റെ ചിത്രം ഈ ഗൂഗിളിൽ കാണുമ്പോൾ ഇപ്പൊ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഇതൊരു മദ്രസന്റെ ഉദ്ഘാടനമാണോ. കഞ്ഞിപ്രാക്ക് ബനിയനും കള്ളിമുണ്ട് മരപ്പട്ടയും തലേക്കെട്ടും കെട്ടിയ നാടൻ മനുഷ്യന്മാരെ സാക്ഷിയാക്കിയിട്ടാണ് ആ മനുഷ്യൻ മഗ്‌രിബ് ബാങ്ക് കൊടുത്താൽ മനുഷ്യന്മാര് നടന്നു പോകാൻ പോലും പേടിച്ചിരുന്ന തേഞ്ഞിപ്പലത്തെ മൊട്ടപ്പാറക്കുന്നിന്റെ മധ്യഭാഗം വെടിപ്പാക്കി ബാപ്പയ്ക്ക് തങ്ങളെയും കൂട്ടിക്കൊണ്ടുപോയിട്ട് യൂണിവേഴ്സിറ്റിക്ക് തറക്കല്ലിടുന്നത്. അത് തറക്കല്ലിടുമ്പോ ആ മനുഷ്യന്റെ ചുറ്റുവട്ടത്തും കൂടി നിന്നിരുന്നത് എഴുതാനും വായിക്കാനും അറിയാത്ത മനുഷ്യരാണ്.
ഈ വട്ടം പഞ്ചായത്ത് യൂത്ത് ലീഗിന്റെ സമ്മേളനത്തിന് വന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, എഴുത്തും വായനയും അറിയാത്ത ഒരു കൂട്ടം മനുഷ്യരെ സാക്ഷിയാക്കി ലോകത്തെവിടെയെങ്കിലും ഒരു ഭരണാധികാരിക്ക്, ഒരു സർവകലാശാലക്ക് തുടക്കം കുറിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കാണെന്ന് നിങ്ങൾ വിസ്മരിക്കരുത്. എഴുതാൻ അറിയാത്ത, വായിക്കാൻ അറിയാത്ത, വിദ്യാഭ്യാസമില്ലാത്ത ഒരു ജനതയെയും കൂട്ടി CH നടത്തിയ വലിയ ഒരു പോരാട്ടമാണ് ഇവിടെ കണ്ടത്. ആ മനുഷ്യൻ മക്കളെ കാണുമ്പോൾ, ചെറിയ കുട്ടികളെ കാണുമ്പോൾ പറഞ്ഞു, പഠിക്കുക, പഠിക്കുക, വീണ്ടും പഠിക്കുക എന്ന്. ഇന്നെനിക്ക് നിങ്ങളോടത് പറയേണ്ട ഒരു കാര്യമില്ല, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു നേതാവിന് അങ്ങനെ ഒരു കാര്യം പ്രസംഗിക്കേണ്ടതില്ല. പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു നമ്മൾ. പക്ഷെ ഞാൻ നിങ്ങളോട് ആ വാക്ക് ആവർത്തിക്കുന്നു, പഠിക്കുക, പഠിക്കുക, വീണ്ടും വീണ്ടും പഠിക്കുക. കുട്ടികൾ മാത്രമല്ല, ഇരിക്കുന്ന രക്ഷിതാക്കളും പഠിക്കുക, പഠിക്കുക, വീണ്ടും വീണ്ടും പഠിക്കുക. 100 വാക്കിൽ ഉത്തരം എഴുതാൻ മാത്രമല്ല, ഒരു മറുചോദ്യമെങ്കിലും തിരിച്ചു ചോദിക്കാൻ നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക, പഠിച്ചുകൊണ്ടേയിരിക്കുക എന്ന് ഞാൻ പറയുന്നു. നമ്മളിങ്ങനെ ചോദ്യങ്ങൾ കേട്ട് മാത്രം നിൽക്കേണ്ട ഒരു സമൂഹമല്ല. ഈ നാടിന് മറ്റാരെക്കാളും ജീവാർപ്പണം ചെയ്തവരുടെ ഒരു ഉമ്മത്താണിത്. നോക്കൂ, നിങ്ങൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൊണ്ട്, 1ാം ലോക മഹായുദ്ധം ജയിച്ച ബ്രിട്ടീഷുകാരനെ തോൽപ്പിച്ചവന്റെ പേരക്കുട്ടികളാണ് നിങ്ങൾ എന്ന ബോധം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതിനുള്ള ആത്മധൈര്യമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കേണ്ടത്, നമ്മൾ ഇങ്ങോട്ട് പോന്നില്ലേ, എത്ര വലിയ വൈദൂരങ്ങളാണ് താണ്ടിയത്, എന്തെല്ലാം വഴികളാണ് പിന്നിട്ടത്. ആർക്കെങ്കിലും കഴിഞ്ഞോ? ഇവിടെ ചെറുപ്പക്കാർ ഇരിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ കയ്യിൽ ഗൂഗിൾ ഉണ്ടല്ലോ, ആ ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾ പാർക്കുന്ന ഇന്ത്യയെ കുറിച്ചൊന്ന് പഠിക്ക്. ബീഹാർ, അവിടുത്തെ മുസ്ലിങ്ങൾ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെ ഇപ്പോഴും അവിടെയുണ്ട്. ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെ ഇപ്പോഴും അവിടെയുണ്ട്. കൽക്കത്തയിലെ മുസ്ലിങ്ങൾ, ബോംബെയിലെ മുസ്ലിങ്ങൾ, ഹൈദരാബാദിലെ മുസ്ലിങ്ങൾ എങ്ങനെയാണോ ഈ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഉണ്ടായിരുന്നത്, അതേ അവസ്ഥയിൽ ഇപ്പോഴും അവിടെയുണ്ട്. എന്നാൽ നമ്മൾ ഇങ്ങോട്ട് പോന്നു. പോന്ന വഴിയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സ്ഥാപനങ്ങൾ ഉണ്ടായി, നിർമ്മാണങ്ങൾ ഉണ്ടായി, പ്രതാപങ്ങൾ ഉണ്ടായി, പ്രൗഢി ഉണ്ടായി. എങ്ങനെ ഉണ്ടായി? ഞാൻ പറയുന്നു, ഇവിടെ 2 കാലിൽ സഞ്ചരിക്കുന്ന ഒരു കൊടുങ്കാറ്റ് ജീവിച്ചിരുന്നു. ആ കൊടുങ്കാറ്റിന്റെ പേരാണ് CH മുഹമ്മദ് കോയ എന്ന് പറയുന്നത്. ആ മനുഷ്യന്റെ ജീവിതം, ആ മനുഷ്യന്റെ ജീവൻ സമർപ്പണം, എന്റെ ഉമ്മത്തന്റെ സമുദായം എന്ന ആ മനുഷ്യന്റെ തോന്നൽ, അത് കേട്ടപ്പോ ഒരാൾക്കും ഒരു വർഗീയവാദിയാണ് ഇദ്ദേഹം എന്ന് തോന്നിയിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് യാ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് മുറുക്കി പിടിച്ച് ആത്മാഭിമാനത്തോടു കൂടി മക്കളെ നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് പ്രസംഗത്തിന്റെ ഇടയ്ക്ക് CH പറയുമായിരുന്നു. ഒരാളും പറഞ്ഞില്ല അതാ ഒരു വർഗീയവാദി എന്ന്. പകരം പറഞ്ഞത് എന്താണെന്നറിയോ? C for ക്രിസ്ത്യൻ, H for ഹിന്ദു, M for മുസ്ലിം എന്നാണ് CH മുഹമ്മദ് കോയയെ അഭിസംബോധനം ചെയ്തത്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, കാലം മാറിയിരിക്കുന്നു. കാലത്തെ ആരൊക്കെയോ ചേർന്ന് മാറ്റിയിരിക്കുന്നു. ഒരു ദുഷിച്ച സംസ്കാരത്തെ ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അതിനെ തിരുത്താനാണ് യൂത്ത് ലീഗിന്റെ ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഈ പ്രമേയത്തിലൂടെ നിങ്ങളോട് യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നത്. നമ്മൾ വലിയ പുരോഗതിയിലേക്ക് വന്നു, അഭിവൃദ്ധി. നിങ്ങൾ ഉത്തരേന്ത്യയിൽ പോകുന്നവരല്ലേ? ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ സന്ദർശിച്ചിട്ടില്ലേ? ഞാൻ പറയുന്നത്, അവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഒരു ഹെയർ കട്ടിംഗ് സലൂണുകളിൽ പോയി ഇരിക്കാൻ പോലും ഇപ്പോൾ സാധിക്കുന്നില്ല. ഈ മുടി വെട്ടുന്ന കടയൊക്കെ സ്വീകരിച്ചില്ലേ തിരൂരിലെ ഹെയർ കട്ടിംഗ് സലൂണുകൾ? ഉത്തരേന്ത്യയിൽ പോയി നോക്കുന്നുണ്ട്, വലിയ വൃക്ഷം, വലിയ മരം. ആ മരത്തിന്റെ ചോട്ടിൽ ഒരാള് ഒരു കസാര വെച്ചിട്ട് മുടി വെട്ടുന്നത് കാണാം. മുടി വെട്ടണോന്റെ പേരും ചോദിച്ചോളുണ്ട്, മുടി വെട്ടിക്കൊടുക്കുന്നവന്റെ പേരും ചോദിച്ചോളുണ്ട്, സമുദായത്തിന്റെ അക്കൗണ്ടിലുണ്ടാവും. മനോഹരമായി സ്വീകരിച്ച ഹെയർ കട്ടിംഗ് സലൂണുകൾ ബംഗാളിൽ ഇല്ലാത്തത് കൊണ്ടല്ല, അവിടെ പോകാൻ പോലും അർഹതയില്ലാത്തവരാക്കി അവരെ മാറ്റി. നിങ്ങൾക്ക് മക്കളില്ലേ? ഉത്തരേന്ത്യയിലെ ഫാക്ടറികളിലെ കത്തുന്ന ചൂളക്ക് സാമീപ്യം. കത്തുന്ന ചൂള, വലിയ ഫാക്ടറികളിലെ കത്തുന്ന ചൂള, അതിന്റെ ചൂട് സഹിക്കാൻ വയ്യാതെ ചാക്ക് നനച്ച് ദേഹത്തിട്ട് ജോലി ചെയ്യുന്ന 8, 9, 10 വയസ്സായ മക്കളെ കാണാൻ നിങ്ങൾക്ക് അവിടെ പോയാൽ മതി. ഈ ചാക്ക് ചൂട് സഹിക്കുമ്പോൾ ഉണങ്ങി പോകുമ്പോൾ നനച്ചു കൊടുക്കും, ദേഹത്ത് വെള്ളം പാർന്നു കൊടുക്കും. എവിടെയാണോ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അവരുണ്ടായിരുന്നത് അവിടെ തന്നെ അവർ നിൽക്കുന്നു. ഇവര് ക്രിക്കറ്റ് കളിക്കുന്നില്ല, ഫുട്ബോൾ കളിക്കുന്നില്ല,
ഇതിന്റെ ഈ മൊബൈൽ ഫോണിന്റെ അകത്ത് ഗെയിം കാണുന്നില്ല, വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ അക്കൗണ്ട് ഇല്ല, ഇപ്പോഴും ഇല്ല. അങ്ങനെ ജീവിതം എന്ന ശിക്ഷ അനുഭവിച്ച് തീർക്കുകയാണ്. എരുമച്ചാണകം മണക്കുന്ന തെരുവുകൾ, വെച്ച് കെട്ടിയുണ്ടാക്കിയ ഭവനങ്ങൾ, അത് തന്നെയാണ് 75 കൊല്ലം മുമ്പും, അത് തന്നെയാണ് ഇപ്പോഴും. ജീവിതത്തിൽ ഇന്നേ വരെ കുപ്പായം ധരിക്കാത്ത മക്കളെ കാണണോ നിങ്ങൾക്ക്? ജീവിതത്തിൽ ഇന്നേ വരെ കുപ്പായം ധരിക്കാത്ത 2, 3, 4, 5, 10 ഡ്രസ്സ് വീട്ടിലെ അലമാരയിൽ അടുക്കി വെച്ച് ഇവിടെ വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, ജീവിതത്തിൽ ഒരിക്കലും കുപ്പായം ധരിക്കാത്ത കുട്ടികളെ കാണണോ, മക്കളെ കാണണോ? ഇവിടെ പോയാൽ മതി, ഉത്തരേന്ത്യയിൽ പോയാൽ മതി. എന്തുകൊണ്ട് 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിഞ്ഞില്ല? ഒരു മനുഷ്യൻ ഒരു കൊടിയും കൊണ്ട് അവരെ മുന്നിലും പോയിരുന്നു. ഇത് സ്വീകരിക്കണമെന്ന് പറഞ്ഞിരുന്നു, ഈ രാഷ്ട്രീയത്തെ പുൽകണമെന്ന് പറഞ്ഞിരുന്നു. അത് കേൾക്കാൻ പക്ഷേ അവിടെ ആളുണ്ടായില്ല, അവർക്ക് സാധിച്ചില്ല. അവർ മുസ്ലിം ലീഗിനെ തിരസ്കരിച്ചു. ആ മുസ്ലിം ലീഗ് കേരളത്തിൽ വന്നു. ആ മുസ്ലിം ലീഗ് ആദ്യം നമ്മളോട് പറഞ്ഞത് എന്താണ്? ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ആദ്യം നമ്മളോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ വേറിട്ടൊരു കമ്മ്യൂണിറ്റി അല്ല, നിങ്ങൾ എല്ലാവരുമായി സഹവർത്തിത്വത്തിൽ കഴിയണം. അതാണ് ബാബഗീതങ്ങളും പൂക്കോയത്തങ്ങളും ഇവിടെ പ്രാവർത്തികമാക്കി കാണിച്ചു തന്നത്. നിങ്ങൾ വേറിട്ടൊരു കമ്മ്യൂണിറ്റി അല്ല, നിങ്ങൾ ഇതിനോട് ഇടകിച്ചേർന്ന് ജീവിക്കണം. അങ്ങനെ ഇടകിച്ചേർന്ന് നമ്മൾ ജീവിച്ചു. ഒരിക്കൽ പോലും വർഗീയത പറയരുത്, ഒരിക്കൽ പോലും വർഗീയത പ്രവർത്തിക്കരുത്. മുസ്ലിം ലീഗിന്റെ സ്ഥാപക നേതാവ് ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് നമ്മളോട് പറഞ്ഞ വാക്കാണ്. അത് വലിയ അലങ്കാരികമായിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ 2 ആൾ കണ്ടുമുട്ടിയാൽ, നിങ്ങൾ 2 ആൾ മുസ്ലിമീങ്ങളാണെങ്കിലും, നിങ്ങൾ 2 പേരും കൂടി വർത്തമാനം പറയുന്നത് 3-മതൊരാൾ കേൾക്കുന്നില്ലെങ്കിലും വർഗീയത പറയരുത്, വർഗീയത പറയരുത് എന്നാ മനുഷ്യൻ പറഞ്ഞു. അങ്ങനെ നമ്മളെ ഡിസൈൻ ചെയ്തു, നമ്മളെ ക്രിയേറ്റ് ചെയ്തു. ആ ജീവിതമാണ് മലയാളി കണ്ടത്, ആ ജീവിതമാണ് മലയാളി കണ്ടത്. 1992 ഡിസംബർ 6-ാം തീയതി ബാബരി മസ്ജിദ് തകർന്നപ്പോൾ 300 ജില്ലാന മഹല്ലകളുടെ കാലിസ്ഥാനം വഹിച്ചിരുന്ന പാണക്കാട്ടെ തങ്ങൾ പറഞ്ഞത് ക്ഷേത്രങ്ങൾക്ക് കാവലിരിക്കണമെന്നാണ്. അത് ഞങ്ങളുടെ സ്വഭാവമാണ്, ഞങ്ങളുടെ കൾച്ചറാണ്. എല്ലാ ഹിന്ദുക്കളോടും പോയി ക്ഷേത്രത്തിന് കാവലിരിക്കാൻ എല്ലാ പാണക്കാട് തങ്ങൾ ആഹ്വാനം ചെയ്തത്. ഞാൻ എന്റെ സഹപ്രവർത്തകരോട് ആഹ്വാനം ചെയ്യുന്നുവെന്നാണ്, ഞാൻ എന്റെ സഹപ്രവർത്തകരോട് പറയുന്നുവെന്നാണ്. ഒന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ. അത് പറയുമ്പോ അദ്ദേഹം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ മാത്രമായിരുന്നില്ല, എത്രയോ മഹല്ലുകളുടെ കാലിസ്ഥാനം വഹിക്കുന്ന മനുഷ്യനായിരുന്നു. ആ ശിഹാബ് തങ്ങൾ അങ്ങനെ ഒരു ജീവിതം ഇവിടെ വരച്ചു കാണിച്ചു. ആർക്കെങ്കിലും തോന്നിയോ? ആർക്കെങ്കിലും തോന്നിയോ? പക്ഷെ എങ്ങനെയാണ് ഇപ്പോൾ കുറച്ച് ആളുകൾക്ക് ഈ പറയുന്ന വർത്തമാനം മാത്രമല്ല നമ്മുടെ വേഷവിധാനങ്ങൾ പോലും ഭയമുള്ളതാകുകയും പേടിപ്പെടുത്തുന്നതാകുകയും ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, എല്ലാരും കൂടി ഇവിടെ പണിത് വെച്ച ഒരു പുതിയ കൾച്ചറുണ്ട്, ഒരു പുതിയ സ്വഭാവമുണ്ട്. അവരുടെ ലക്ഷ്യം ഈ ഉമ്മത്താണ്, അവരുടെ ലക്ഷ്യം നമ്മൾ നേടിയ അഭിവൃദ്ധിയാണ്, നമ്മൾ നേടിയ പുരോഗതിയാണ്. ഞാൻ ചെറുപ്പക്കാരോട് പറയുന്നു, നേടിയ പുരോഗതി നിലനിർത്താനുള്ള പോരാട്ടം നടത്തേണ്ട അവസ്ഥാവിശേഷത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയത് നേടാനല്ല, ഈ നേടിയതിനെ നിലനിർത്താൻ. ഇവിടുത്തെ സംവരണം നമ്മൾ നേടിയതാണ്, നമ്മൾ നേടിയതാണ്. അത് ആരുടെയും ഔദാര്യമല്ല, അത് നമ്മുടെ അവകാശമാണ്. അതിൽ ഒരു സംശയം ആർക്കും വേണ്ട. പക്ഷെ അത് നിലനിർത്തണം, അത് കിട്ടേണ്ട പോലെ കിട്ടണം, അതിന് പോരാടേണ്ട അവസ്ഥ. അങ്ങനെ കിട്ടിയതൊക്കെ, നേടിത്തന്നതൊക്കെ മരിച്ചുപോയ, ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ലാത്ത നമ്മുടെ നേതാക്കന്മാർ അവരുടെ പരിശ്രമത്താൽ, എന്നാൽ ഞാൻ തീർത്ത് പറയുന്നു, മറ്റുള്ളവരുടെ സമ്മതത്താലും, എല്ലാ മതസ്ഥരായ മനുഷ്യരുടെ സമ്മതത്താലും അവരുടെ പരിശ്രമത്താലും നേടിത്തന്നിട്ടുള്ള അവകാശമുണ്ടല്ലോ, ആ അവകാശങ്ങളെ നിലനിർത്താൻ വേണ്ടി പോരാടേണ്ട അവസ്ഥ ഇന്ന് നമുക്കുണ്ടായിരിക്കുന്നു. ഇത് ഇവര് ക്രിയേറ്റ് ചെയ്തതാണ്, ഇതുണ്ടാക്കിയതാണ്, ഇത് നിർമ്മിച്ചതാണ്. അതിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട. അതാണ് യൂത്ത് ലീഗ് ഈ പ്രമേയത്തിലൂടെ പറയുന്നത്. മാത്രമല്ല ഒരു ഐഡിയോളജി, ഒരു നയം, ഒരു സമീപനം, അതാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. ഞാനും നിങ്ങൾ ഇപ്പൊ നിലകൊള്ളുന്നത് ഏത് നാട്ടിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ താടി നീട്ടി വളർത്തിയവർക്ക് സംഘടന ഉണ്ട്, ആൾ കേരള താടി അസോസിയേഷൻ ഉണ്ട്. കഷണ്ടി തലയുള്ള ആൾക്കാർക്ക് സംഘടന ഉണ്ട്, കഷണ്ടി അസോസിയേഷൻ. ഞാൻ വെറുതെ പറയല്ല. അഷ്റഫുമാർക്ക് സംഘടനയുണ്ട്, മുജീബുമാർക്ക് സംഘടനയുണ്ട്, ഷെരീഫുമാർക്ക് സംഘടനയുണ്ട്, ഹംസമാർക്ക് സംഘടനയുണ്ട്. പേരിന്റെ പേരിൽ സംഘടിക്കുന്നുണ്ട്. കേവലം ഞാൻ ഒരു അഷ്റഫ് മാത്രമാണ് എന്ന് കരുതുന്നവരുടെ ഒരു ലോകം ഇവിടെ ഉണ്ട്.
അപ്പൊ നയമില്ല, ഐഡിയോളജി ഇല്ല, സമീപനമില്ല, പാരമ്പര്യമില്ല, പൈതൃകമില്ല, ഒരു 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 തത്വ സംവിധാനം, അതൊന്നുമില്ല. ഈ ഒരു കാട്ടിക്കൂട്ടലുണ്ട് ഇവിടെ. അവിടെയാണ് നമ്മളൊരു രാഷ്ട്രീയ പ്രവർത്തനവുമായി പുതിയ കാലത്ത് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. അതിന്റെ അപ്പുറത്തേക്ക് പല കാര്യങ്ങളും ഉണ്ട്, പല കാര്യങ്ങളും. ഞാനൊരു ക്യാമ്പിന് പോയി. ഞാൻ കുട്ടികളോട് ചോദിച്ചേ, MK അജയ് അറിയുന്നവർ കൈപോക്കുക. അപ്പൊ ഒരാളെ ചോദിക്കാതെ ഒരു ആശുപത്രിന്റെ പേരല്ലേ. രണ്ടാമത് ചോദിച്ച് സീതി സാഹിബിനെ അറിയുന്നവർ കൈപോക്ക്. ഒരാളും കൈപോക്കി. ബാഫയ്ക്ക് തങ്ങളോ? ആരും അറിയില്ല. CHO? CHന്റെ ഭാഗ്യം കൊണ്ടാണോ ചോദിച്ച? എന്റെ ഭാഗ്യം കൊണ്ടാണോ അറിയില്ല. ഒരു 4-5 കുട്ടികൾ കൈ. കൊമ്പങ്കാട് കോയനെ അറിയുന്നവർ കൈപോക്കുക. എല്ലാവരും കൈപോക്കി. നിങ്ങൾ ചിരിക്കുന്നോ? ഈ കോയ നൽകുന്ന മെസ്സേജ് എന്താണ്? എന്താണ്? മൂപ്പര കഥയിലൊക്കെ ഒരു കഥാപാത്രം ഉണ്ട്, ഞാൻ ആ പേര് പറയുന്നില്ല. വാപ്പാന്റെ അവിഹിതത്തെ കുറിച്ചാണ് അവിടെ സംസാരം. ഇത് കേട്ടാണ് മക്കൾ വളരുന്നത്. അവിഹിതമാണ് സംസാരം. അപ്പൊ ഞാൻ പറയുന്നത് CHന് അറിയില്ല, ബാഫയ്ക്ക് തങ്ങൾ അറിയില്ല. ഇതൊന്നും കേട്ട് വേറുള്ളവര് അസ്വസ്ഥപ്പെടേണ്ട. EMSനെ അറിയില്ല, നായനാരി അറിയില്ല, രാജീവ് ഗാന്ധിനെ അറിയില്ല, ആരും അറിയില്ല. ഇതൊക്കെ അറിയാം. ആരാണ് ഇവരുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ലോകം പണിത് കൊടുത്തത്? അപ്പൊ ഞാൻ കാണാത്ത നേതാവും ഞാൻ കാണാത്ത അനുയായിയും ഇവിടെ ഉണ്ടായി വരുന്നുണ്ട്. നമ്മൾ കാണാത്ത നേതാവും നമ്മൾ കാണാത്ത അനുയായികളും ഇവിടെ ഉണ്ടായി വരുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ കുട്ടികൾ അറിയേണ്ടത് അറിയുന്നില്ല, കാണേണ്ടത് കാണുന്നില്ല. ഇവിടെ ഒരു ബ്ലോഗർ വന്നിരുന്നു, തൊപ്പി, വളാഞ്ചേരിയില്. ഞാൻ തൊപ്പിയെ കുറ്റപ്പെടുത്തി സംസാരിക്കല്ല, അതെന്റെ അജണ്ടയോ അല്ല. പക്ഷെ ഒരു സത്യം ഞാൻ പറയാനുള്ളൂ. എന്നോട് സുഹൃത്ത്, യൂത്ത് ലീഗിന്റെ സുഹൃത്ത് വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ വന്നിരുന്നു, ഗതാഗതം പുനഃസ്ഥാപിക്കാൻ പോലീസ് വല്ലാതെ പാടുപെട്ടു, സമയമെടുത്തു. ഞാൻ സത്യം പറയാം, എനിക്ക് വണ്ടി ഓടിക്കുന്ന കുട്ടിയോട് കൂടി ഇത് ആരാന്ന് ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല. കാരണം ഇത്ര വലിയൊരു സെലിബ്രിറ്റിനെ ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. ഇത്ര പയഞ്ചനാണോ യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് എന്ന് ഓൻ കരുതണ്ട എന്ന് കരുതിയിട്ട് മിണ്ടാതിരുന്നു. ഞാൻ രാത്രി വീട്ടിൽ പോയി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ മകനോട് ചോദിച്ചു, നിനക്ക് ഈ തൊപ്പി അറിയോ? അപ്പൊ കുഴപ്പമില്ലാത്തൊരു ബന്ധം ഓനും തൊപ്പിയും തമ്മിലുണ്ട്. ആളുണ്ടായിട്ടില്ലല്ലോ. അല്ലാതെ അവര് ശരിപ്പെടുത്തിക്കോളും, നിങ്ങളോട് ഇരുന്നോളൂ. അപ്പൊ ഞാൻ പറയുന്നത്, എനിക്കറിയാത്തത് എന്റെ മകനറിയാം, നിങ്ങൾക്കറിയാത്തത് നിങ്ങളുടെ മക്കൾക്കറിയാം. അങ്ങനെ ഒരു ലോകക്രമം ഇവിടെ ഉണ്ടായി. ഇപ്പൊ നമ്മൾ കാണാത്ത നേതാവും നമ്മൾ കാണാത്ത ലീഡേഴ്സും അതൊക്കെ ഇവിടെ ഉണ്ടായി വരുന്നുണ്ട്. അങ്ങനെ ഒരു കാലം ഇവിടെ ഉണ്ടായി വന്നിരിക്കുന്നു. ഇതെല്ലാവരും കൂടി നിർമ്മിച്ച ഒരു പുതിയ കാലമാണ്. ഈ കാലത്ത് നമ്മളൊരു ആശയം, ഒരു ആദർശം, ഒരു ഐഡിയോളജിയെ കുറിച്ച് നമ്മുടെ ചെറുപ്പക്കാരോട് സംസാരിക്കണം. അത് സംസാരിക്കുക, അത് ഇടപെടുക, അതിനെ തിരുത്തുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. എല്ലാ പ്രവാചകന്മാരും, 1 ലക്ഷത്തി ചില്ലാനം വരുന്ന പ്രവാചകന്മാർ ഈ ലോകത്ത് വന്നു. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. എല്ലാ പ്രവാചകന്മാരും അഭിസംബോധനം ചെയ്തത് ഓരോ കാലത്തെയാണ്, ഓരോ സ്വഭാവത്തെയാണ്, ഓരോ കൾച്ചറിനെയാണ്. അവരൊക്കെ അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ വ്യത്യസ്തമായിരുന്നു. എല്ലാവരും അഭിമുഖീകരിച്ചത് ഒരു പ്രശ്നമായിരുന്നില്ല, വ്യത്യസ്ത പ്രശ്നങ്ങളായിരുന്നു. അവരൊക്കെ ജനങ്ങളെ നയിച്ചത് നന്മയിലേക്കാണ്, നല്ല പാതയിലേക്കാണ്, സമുദ്രണത്തിലേക്കാണ്. അതിനെ സമൂഹം പലരാതി എതിർപ്പുകൾ പ്രവാചകന്മാർക്കൊക്കെ നേരിടേണ്ടി വന്നു. ഞാനിത് നിങ്ങളോട് പറയാൻ കാരണം, ഓരോ പ്രവാചകന്മാരും എന്താ ചെയ്തത്? ഇതൊരു വല്ലാത്ത കാലം എന്ന് പറഞ്ഞ് കയ്യും കെട്ടി നോക്കി നിൽക്കുകയല്ല ചെയ്തത്, കാലത്തെ തിരുത്താൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ഏറ്റവും അവസാനം നമ്മുടെ പ്രവാചകൻ വന്നു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പ്രവാചകൻ എന്താ ചെയ്തത്? പ്രവാചകൻ വരുമ്പോൾ പെൺകുട്ടികളെ ജനിച്ചാൽ ആ പെൺകുട്ടികളെ വലിയ കുഴിച്ചു മൂടുന്ന
പ്രാകൃത സംസ്കാരം നിലനിൽക്കുന്ന രാജ്യമായിരുന്നു ആ നാട്. ഈ വീട്ടിലൊരു പെൺകുട്ടി ജനിച്ചാൽ ആ വീട്ടിന്റെ മുറ്റത്ത് പിന്നെ നടക്കുന്നത് വീട്ടിൽ കുട്ടിക്ക് പേരിടലല്ല, അല്ലെങ്കിൽ കുട്ടിയുടെ മുടി കളയലല്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുട്ടിയുടെ ജന്മദിനാഘോഷം മറ്റോ ഒന്നുമല്ല. അവിടെ പിന്നെ നടക്കുന്നത് വീട്ടിന്റെ മുറ്റത്ത് വലിയൊരു കുഴി കുഴിക്കുകയാണ്. ആരാ കുഴി കുഴിക്കുന്നത്? ആ കുട്ടിയുടെ ഉമ്മയും പാപ്പയും തന്നെ. എന്തിനാ കുഴി കുഴിക്കുന്നത്? പെണ്ണ് സമൂഹത്തിന്റെ ഭാഗമല്ല എന്നവർ വിശ്വസിച്ചു. ഈ പെൺകുട്ടിയെ ജീവനോടുകൂടി ഈ കുഴിയിൽ കുഴിച്ചു മൂടുന്ന പ്രാകൃതമായിട്ടുള്ള ഒരു സംസ്കാരം നിലനിൽക്കുന്ന ഒരു നാട്ടിൽ അള്ളാഹുവിന്റെ റസൂൽ വന്നു. എന്നിട്ട് പെണ്ണ് സമൂഹത്തിന്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ചു. കുഴിച്ചു മൂടപ്പെട്ട കുഴിയിൽ നിന്ന് പെൺകുട്ടികളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവർക്ക് സ്വത്തവകാശം എഴുതി വെക്കുകയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത്. അത് കണ്ടു നിൽക്കല്ല, അത് നോക്കി നിൽക്കല്ല, അതിനെതിരായിട്ട് വലിയ പോരാട്ടം നടത്തി അതിനെ തിരുത്തി സഹോദരിമാർക്ക് സ്വത്തവകാശം എഴുതി വെക്കുകയാണ് റസൂലുള്ളാഹി ചെയ്തതെന്ന് നിങ്ങൾക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. മദ്യം ഇല്ലാതെ അവർ കടന്നുറങ്ങുമായിരുന്നില്ല. മദ്യമില്ലാതെ അവർ ഒരിക്കൽ പോലും കടന്നുറങ്ങുമായിരുന്നില്ല. ഞാൻ മരിച്ചാൽ എന്നെ മുന്തിരിവള്ളിയുടെ അടിയിൽ കൊണ്ടുപോയിട്ട് മറവ് ചെയ്യണമെന്നാണ് ആ കാലഘട്ടത്തിൽ മനുഷ്യർ വസിയത്ത് എഴുതി വെച്ചിരുന്നത്. മുന്തിരിവള്ളിയുടെ അടിയിൽ കൊണ്ടുപോയിട്ട് മറവ് ചെയ്യണം എന്ന് വെച്ചാൽ ഈ മുന്തിരി അല്പ ലഹരി ഉണ്ടാക്കുന്ന സാധനമാണ്. അതിന്റെ വള്ളിയിലൂടെ, നാരിലൂടെ, വേരിലൂടെ ആർന്നിറങ്ങുന്ന ലഹരി മരണശേഷവും തന്റെ തലച്ചോറിലേക്ക് ആർന്നിറങ്ങണം എന്ന ആഗ്രഹത്തില്, താല്പര്യത്തില് അതിന്റെ അടിയിൽ കൊണ്ടുപോയിട്ട് എന്നെ മറവ് ചെയ്യണമെന്നാണ് ആ കാലഘട്ടത്തിലെ മനുഷ്യർ വസിയത്ത് എഴുതി വെച്ചിരുന്നത്. ആ മനുഷ്യരോടാണ് പ്രവാചകൻ പറഞ്ഞത്, മദ്യം എല്ലാ തിന്മകളുടെയും മാതാവാണ്, നിങ്ങളത് കഴിക്കരുത്, നിങ്ങൾ അതിൽ നിന്ന് പിന്മാറണം എന്നാവശ്യപ്പെട്ടത്. അവര് പിന്മാറിയില്ലേ? അയൽവാസിയുടെ മഹത്വം പറയുമ്പോ ഒരു അയൽവാസി മറ്റൊരു അയൽവാസിയോട് ശത്രുതയോടുകൂടിയായിരുന്നു ആ നാട്ടിൽ പെരുമാറിയിരുന്നത്. അയൽപക്ക ബന്ധത്തിന്റെ പവിത്രത അവർക്കറിയുമായിരുന്നില്ല. അവരോടാണ് പ്രവാചകൻ സ്നേഹത്തോടു കൂടി അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കരുത് എന്ന് പ്രവാചകൻ പറയുന്നത് അവരോടാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പ്രവാചകന്മാരായ ആരുപോലും ഈ കാലത്തെ ഇങ്ങനെ വെറുതെ കയ്യും കെട്ടി നോക്കി നിൽക്കുകയല്ല ചെയ്തത്. ആ കാലത്ത് ഇടപെടുകയും ആ കാലത്ത് തിരുത്താൻ ശ്രമിക്കുകയുമാണ് ചെയ്തത്. അതാണ് യൂത്ത് ലീഗ് പറയുന്നത്, നിങ്ങൾ ചെറുപ്പം കാലത്തിന്റെ തിരുത്തായി മാറുക എന്ന്. അത് കഴിഞ്ഞ് അതൊക്കെ പോട്ടെ, പ്രവാചകന്റെ കാലഘട്ടം മറ്റേ കാലഘട്ടമൊക്കെ പോട്ടെ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ CH മുഹമ്മദ് കോയ സാഹിബ്, പാണക്കാട് PMSF കോയത്തങ്ങൾ, KM സീതി സാഹിബ്. നോക്കൂ നിങ്ങൾ, ഇവിടെ ഈ കൊണ്ടോട്ടിയിലെ ഒരു കുട്ടി, എന്റെ നിയോജക മണ്ഡലത്തില് യാർനഗർ പഞ്ചായത്തിലെ ഒരു പള്ളിയിൽ ജോലി ചെയ്തിരുന്ന ഒരു മുസല്യാരുടെ മകളാണ് ജുമാന. ഒരു മോല്യാരുടെ മകളാണ്. ആ കുട്ടി വിമാനം പറത്തിയപ്പോൾ നിങ്ങൾക്ക് ആഘോഷമായില്ലേ? ആ കുട്ടി വിമാനം പറത്തി, നാടിന് വലിയ ആഘോഷമായി. എത്ര പെൺകുട്ടികൾ വിമാനം പറത്തുന്നുണ്ട്? പൊതുവെ പലരും ആലോചിച്ചിട്ടുണ്ടാവും, ഒരു പെൺകുട്ടി വിമാനം പറത്തിയത് ഇത്ര വലിയ അത്ഭുതമാണോ? ഈ ലോകത്ത് ആയിരക്കണക്കിന് വനിതാ പൈലറ്റുമാരുണ്ട്. പക്ഷെ നമുക്കത് അത്ഭുതമാവാൻ കാരണം എന്താണ്? എന്റെ സഹോദരി ഒരു SSLC പരീക്ഷ പൂർണ്ണ മാർക്കോട് കൂടി പാസ്സാകുന്ന ഒരു ദിവസം വരുമോ എന്ന് ചോദിച്ച ഒരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു, CH മുഹമ്മദ് കോയ സാഹിബ്. അതിനുവേണ്ടി അദ്ദേഹം പണിയെടുത്തിരുന്നു. മുസ്ലിം കുട്ടികൾ സ്കൂൾ വിട്ടോ മദ്രസ വിട്ടോ പോകുന്നത് കണ്ടാൽ കണ്ണു നിറച്ച് അവരാശീർവദിച്ച ഒരു നേതാവ് നമുക്കുണ്ടായിരുന്നു, സീതി സാഹിബ്. ആ കാലം നമ്മുടെ മുന്നിലൂടെ കടന്നുപോയി. പക്ഷേ നമുക്ക് ഇതൊക്കെ ഇപ്പോൾ വലിയ അത്ഭുതമാവാൻ കാരണം അതൊക്കെ കൊണ്ടാണ്. പക്ഷെ CH മുഹമ്മദ് കോയ സാഹിബ് ചെയ്തത് എന്താണ്? മക്കളെ പഠിപ്പിക്കണമെന്ന് ഒരു ചിന്തയില്ലാത്ത ബാപ്പാന്റെ മനോഭാവത്തോടാണ് CH അഭിമുഖീകരിച്ചത്. എനിക്ക് പഠിക്കാൻ പോകണമെന്ന ഒരു ചിന്ത പോലും ഇല്ലാത്ത വിദ്യാർത്ഥികളുടെ മനസ്സിനോടാണ് CH അഭിമുഖീകരിച്ചത്. നമ്മൾ ഈ രൂപത്തിലായില്ലേ? നമ്മൾ ഈ കോലത്തിലായില്ലേ? ഞാൻ ചെറുപ്പക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ഗൂഗിൾ തുറന്നു നോക്ക്. ഞാൻ മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ട് ഒരു കോളേജ് വരികയാണ്. ഈ ഭൂമി കുഴിച്ച് ഒരു കോളേജ് ഉണ്ടാക്കുകയാണ്. 1968 PSMO കോളേജ്. അതിന്റെ ഒരു 3 കൊല്ലം മുമ്പ്, പെരുത്ത് കൊല്ലൊന്നും ആയിട്ടില്ല, അതിന്റെ ഒരു 3 കൊല്ലം മുമ്പ് ഒരു കോളേജ് മമ്പാട് വന്നിട്ടുണ്ട്, MES കോളേജ്. പക്ഷെ സ്വന്തം കെട്ടിടം, എല്ലാ വാടക കെട്ടിടമാണ്, ഒരുപാട് പരാധീനതകളുണ്ട്, വലിയ പ്രയാസമാണ്. എന്നാൽ മലപ്പുറത്തുകാരൻ സ്വന്തം എന്ന് പറയാൻ പറ്റുന്ന ഈ ഭൂമിയിൽ ഒരു കോളേജിന് തറക്കല്ലിടുന്നത് അത് PSMO കോളേജിന് 1968 നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കൂ, PSMO കോളേജ് എന്ന് ഗൂഗിൾ ചെയ്ത് നോക്കൂ. അതുണ്ടാക്കിയ വർഷം നിങ്ങൾക്ക് കിട്ടും.
ഞാൻ വേറൊരു കോളേജിന്റെ പേര് പറയാം. കോട്ടയത്തെ CMS കോളേജ്. ഇപ്പോഴും ഉണ്ട് ആ കോളേജ്. അതുണ്ടാക്കിയ വർഷങ്ങൾക്ക് ഗൂഗിൾ പറഞ്ഞുതരും. 1817 അതുണ്ടാക്കിയത്. കോട്ടയത്തെ CMS കോളേജ് ഉണ്ടാക്കിയത് 1817. മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ഒരു കോളേജ് ഇവിടെ ഉണ്ടാക്കുന്നത് 1968. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കാൽക്കുലേറ്ററും ഇല്ലേ? ഇത് രണ്ടും കൂടി ഒന്ന് കീച്ചു നോക്കുന്നുണ്ട്. 151 കൊല്ലത്തെ മാറ്റമുണ്ട്. 1.5 നൂറ്റാണ്ടിന്റെ മാറ്റമുണ്ട്. ഞാൻ വേറെ ഒരു കോളേജിന്റെ പേരും കൂടി പറയാം. മഹാരാജാസ് കോളേജ്, എറണാകുളം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥാപനമാണ്. ചിലപ്പോൾ പഠിക്കുന്ന കുട്ടികൾ ഇവിടെ ഉണ്ടാവും. എന്നാ കോളേജ് സ്ഥാപിച്ചത് 1875. നമ്മുടെ PSMO കോളേജ് എന്നാണ്? 1968. രണ്ടും തമ്മിലുള്ള മാറ്റം എത്രയാണ്? 91 കൊല്ലം. നേരത്തെ പറഞ്ഞത് 151 കൊല്ലം. ഇത് ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച, 2 കൊല്ലമല്ല. ഒരു നൂറ്റാണ്ടും 1.5 നൂറ്റാണ്ടിന്റെയും പിന്നോക്കാവസ്ഥയോട് പൊരുതി. ഇന്നത്തെ ചിത്രം എന്താണ്? നമ്മൾ എവിടെ എത്തി? ഉന്നതിയോ പുരോഗതിയോ? ആ പുരോഗതിയുടെ പിന്നിൽ മുഴുവൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഉറക്കമൊഴിച്ചതിന്റെ നേതാക്കന്മാരും കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ചു. ഈ ജില്ല ചെറുതാണോ? ബാക്കി കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. ഖത്തറിൽ 29 ലക്ഷം ആൾക്കാരേ ഉള്ളൂ. അതൊരു രാഷ്ട്രമാണ്. ഒമാനിലും 29 ലക്ഷം ആൾക്കാരേ ഉള്ളൂ. അതും ഒരു രാജ്യമാണ്. കുവൈത്തിലും ബഹ്റൈനിലും 34-30 ലക്ഷം ആൾക്കാരേ ഉള്ളൂ. അതൊക്കെ ഒരു രാഷ്ട്രമാണ്. മലപ്പുറത്ത് 45 ലക്ഷം ആൾക്കാരുണ്ട്. അതൊരു ജില്ലയാണ്. അവർക്ക് വ്യോമസേന, നാവികസേന, കരസേന, പോലീസ്, പട്ടാളം ഒക്കെ ഉണ്ട്. രാജാവ്, കിരീടാവകാശി ഒക്കെ ഉണ്ട്. ഇതെന്താ ഉള്ളത് ഇവിടെ? 45 ലക്ഷം ജനങ്ങൾ, 16 മണ്ഡലം, 96 പഞ്ചായത്ത്, 12 മുനിസിപ്പാലിറ്റി. ഈ ജില്ലനെ നമ്മൾ ഈ രൂപത്തിൽ 50 കൊല്ലം കൊണ്ട് ഒരു ജില്ലനെ ഈ രൂപത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നു. വികസനം കൊണ്ടുവന്നിട്ട് തികയുന്നില്ല. സ്ഥാപനങ്ങൾ കൊണ്ടുവന്നിട്ട് തികയുന്നില്ല. അത് നോക്കണം നിങ്ങൾ. 50 കൊല്ലം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. മറ്റോ നൂറ്റാണ്ട് 1 മുമ്പ് ഇതൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷെ ഗവൺമെന്റ് ഇപ്പോഴും കൊണ്ടുപോയിട്ട് കൊടുക്കുന്നത് സമ്പന്നമായ അവരിലേക്ക് തന്നെയാണ്. എന്നാൽ നമ്മൾ ദാരിദ്ര്യത്തിൽ നിന്നുകൊണ്ടാണ് ഇത് മുഴുവൻ ഇവിടെ നിർമ്മിച്ചുണ്ടാക്കിയത്. ഈ 50 കൊല്ലം ആരാ കൂടെ ഉണ്ടായിരുന്നത്? ആരാ പണിയെടുത്തത്? ഞാൻ നിങ്ങളോട് പറയട്ടെ, 4ാം ക്ലാസ് വരെ പഠിച്ച ഒരാൾ ഇവിടെ ഒരു കോളേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. 4ാം ക്ലാസ് വരെ ആ മനുഷ്യൻ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ മരിക്കുമ്പോൾ അദ്ദേഹം ഒരു ഫസ്റ്റ് ഗ്രേഡ് കോളേജിന്റെ മാനേജർ ആയിരുന്നു. ആ മനുഷ്യന്റെ പേരാണ് MK ഹാജി എന്ന് പറയുന്നത്. ആ കോളേജിന്റെ പേരാണ് PSMO കോളേജ്. അത് ഉണ്ടാക്കിയത് 4ാം ക്ലാസ് വരെ പഠിച്ച ഒരു MK ഹാജി എന്ന് പറയുന്ന മനുഷ്യനാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ 50 കൊല്ലം കൊണ്ട് നമ്മൾ ഈ ജില്ലയെ ക്രിയേറ്റ് ചെയ്തു. ഞാൻ വെട്ടത്തല്ല ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളുടെ വീടിന്റെ മുന്നിലൂടെ പോകുന്ന ഒരു ചെറിയ റോഡില്ലേ? അത് പണ്ട് ഇടവഴിയായിരുന്നില്ലേ? അത് റോഡാക്കി, അത് ചെമ്മൻ പാതയാക്കി, അത് ധാറിട്ട റോഡാക്കി. അങ്ങനെ ഓരോന്നിന്റെയും ഹിസ്റ്ററി നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ വലിയ നിർമ്മാണാത്മകമായ വിപ്ലവം, പ്രവർത്തനം ഇവിടെ നടന്നു. വലിയ മുന്നേറ്റം ഇവിടെ നടന്നു. യൂണിവേഴ്സിറ്റിക്ക് 2 ദിവസം കൂടി കാത്തുന്നാൽ അത് കിട്ടൂല എന്ന് ഏറ്റവും ആദ്യം അറിയുന്ന ഒരാൾ CH ആയിരുന്നു. അതുകൊണ്ട് ആൾക്കാരെ കയ്യിൽ നിന്ന് ഭൂമി വാങ്ങിയിട്ട് ആ യൂണിവേഴ്സിറ്റിക്ക് CH തുടക്കം കുറിച്ചു. ഞാനൊരു പുസ്തകം വായിച്ചപ്പോ അതിലെ ഒരു വാക്ക് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. 1952 കേരളം ഉണ്ടായിട്ടില്ല. കേരളം രൂപീകരിക്കപ്പെട്ടിട്ടില്ല. 1952 നമ്മൾ മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമാണ്. അവിടെ മദ്രാസ് അസംബ്ലിയിൽ ഒരു ദിവസം നമ്മുടെ നേതാവ് CD സാഹിബ് എഴുന്നേറ്റ് നിന്നിട്ട് ഒരു സബ്മിഷൻ ഉന്നയിച്ചു. സർക്കാരിനോട് ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു. ആ ആവശ്യം കേട്ടാൽ നിങ്ങൾ നെട്ടിപ്പോവും. ആ ആവശ്യം കാലും നിങ്ങൾ അഡ്രസ് ചെയ്യണം. എന്താ ആവശ്യം? കാരണം എന്താണെന്നറിയോ? ഊടുതുണിക്ക് മറുതുണിയില്ല. ചോറുണ്ടല്ലോ, ഉച്ചക്ക് നമ്മൾ 2-3 വട്ടം കഴിക്കുന്ന ഭക്ഷണം അത് കിട്ടാറില്ല. അത് സമ്പന്നര് മാത്രമേ കഴിക്കാറുള്ളൂ. ഒരു കൂട്ടം തുണി, അതിന്റെ അപ്പുറത്തേക്ക് ഭക്ഷണം ഇല്ല. കടുത്ത രോഗം, ചികിത്സിക്കാൻ ആശുപത്രി ഇല്ല. ഓലമേഞ്ഞ ചെറ്റക്കുടിലുകൾ കൊണ്ട് മലബാർ നിറഞ്ഞിരിക്കുന്നു. നല്ല ജീവിത സൗകര്യം ഇല്ല. പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ ഈ നമ്മളിപ്പോ പോകുന്ന ടോയ്ലറ്റിന്റെ കക്കൂസ് അത് നമ്മുടെ പൂർവികർ കണ്ടിട്ട് പോലുമില്ല. അങ്ങനെ ഒരു കാര്യം. ഞങ്ങൾക്ക് 10 ചാക്ക് അരി വേണമെന്നാണ് പറയേണ്ടിയിരുന്നത്. ഞങ്ങൾക്ക് കുറച്ച് വസ്ത്രങ്ങൾ വേണമെന്ന് ആവശ്യപ്പെടേണ്ട ഒരു നേരത്ത് ഒരു മനുഷ്യൻ എണീറ്റ് നിന്നിട്ട് പ്രസംഗിക്കുകയാണ്. എന്റെ
നാടായ മലബാറിൽ ഞങ്ങൾക്കൊരു എയർപോർട്ട് വേണം. 52-ലാണ് ഈ പ്രസംഗം. അതൊരു മനുഷ്യന്റെ ദീർഘവീക്ഷണമാണ്. അതും പറയാൻ വൈകരുത്. സീതി സാഹിബിന് അറിയാം, അരിയാണ് ചോദിക്കേണ്ടത്, വസ്ത്രമാണ് ചോദിക്കേണ്ടത്, മരുന്നാണ് ചോദിക്കേണ്ടതെന്ന് സീതി സാഹിബിന് അറിയാം. പക്ഷെ എന്റെ നാടായ മലബാറിൽ ഒരു എയർപോർട്ട് വേണമെന്ന് 1952-ലെ മദ്രാസ് അസംബ്ലി രേഖകൾ പരിശോധിച്ചാൽ കത്തുന്ന ജ്വലിക്കുന്ന വാക്ക് നിങ്ങൾക്ക് വായിക്കാം. അതിന്റെ കാരണം ഈ നാട് മാറും, ഈ നാട് വികസിക്കും, എയർപോർട്ട് ഒരു വലിയ വിഷയമായിട്ട് മാറും, എല്ലാവരും ആശ്രയിക്കുന്ന ഒരു കേന്ദ്രമായിട്ട് മാറും. മാറിയില്ലേ? നമുക്കിപ്പോൾ വിഷയം അതിന്റെ റൺവേയുടെ വലിപ്പമായി മാറി. എയർപോർട്ട് അല്ല, അതിന്റെ റൺവേയുടെ വലിപ്പമായിട്ട് മാറി. അത് ദീർഘവീക്ഷണമാണ്. നിങ്ങൾ അബുൽ ഹസൻ ഇബ്നു ഹൈത്തമിനെ അറിയില്ലേ എന്ന് മുതലക്കുളത്ത് മൈതാനിയിൽ അരപ്പട്ട കെട്ടിയ കള്ളിമുണ്ടെടുത്ത കഞ്ഞിപ്രാക്ക് ബനിയൻ ധരിച്ച നാടൻ മനുഷ്യരോട് CH ചോദിക്കുന്നുണ്ട്, അബുൽ ഹസൻ ഇബ്നു ഹൈത്തമിനെ അറിയില്ലേ? അദ്ദേഹമാണ് കാഴ്ചയുടെ അടിസ്ഥാന സിദ്ധാന്തം കണ്ടെത്തിയത്. ഇതായി ഞാൻ പ്രസംഗിക്കുന്നത് ഒരു ക്യാമറ വാച്ച് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു. ഇരുട്ടറ എന്ന അർത്ഥം വരുന്ന കമൂറ എന്ന അറബി പദത്തിൽ നിന്നാണ് ക്യാമറ എന്ന പദമുണ്ടായതെന്ന് പ്രസംഗിക്കുമായി. എന്നറിയോ നിങ്ങൾ? അതെന്തിനാണ്? പൂജം കണ്ടുപിടിച്ചത് നിങ്ങളാണ്, കെമിസ്ട്രിയുടെ പിതാവ് നിങ്ങളാണ്, ഫിസിക്സ് നിങ്ങളുടേതാണ്, ലോകത്ത് സംസ്കാരം പഠിപ്പിച്ചത് നിങ്ങളാണ്. ബഗ്ദാദിൽ നിന്ന് ഒരാൾ സ്പെയിനിൽ പോയിട്ടാണ് ലോകത്തെ ആദ്യത്തെ ബ്യൂട്ടി പാർലർ ആരംഭിച്ചതെന്ന് അദ്ദേഹം സംസാരിച്ചിട്ട് 19 കൊല്ലം കഴിഞ്ഞു. ബഗ്ദാദിൽ നിന്നൊരു മുസൽമാൻ സ്പെയിനിൽ പോയിട്ടാണ് ലോകത്തെ ആദ്യത്തെ ബ്യൂട്ടി പാർലർ തുറന്നത്. എങ്ങനെ ഹെയർ സ്റ്റൈൽ ഡിസൈൻ ചെയ്യണം, എങ്ങനെ മുഖം മിനുക്കണം, എങ്ങനെ ജീവിതം കെട്ടിപ്പടുക്കണം എന്ന കാര്യത്തിൽ മുസ്ലിങ്ങൾക്ക് നേരത്തെ ആദ്യത്തെ ടെലിവിഷൻ സ്റ്റേഷൻ നമ്മളാ സ്ഥാപിച്ചത്, ആദ്യത്തെ റേഡിയോ സ്റ്റേഷൻ നമ്മളാ സ്ഥാപിച്ചത്. ഇതൊക്കെ നമ്മുടേതാണ്. കാഴ്ചയുടെ അടിസ്ഥാന സിദ്ധാന്തം അബുൽ ഹസൻ ഇബ്നു ഹൈത്തം ഒക്കെ പറഞ്ഞ വർത്താനം ചെറിയ വർത്താനമൊന്നുമല്ല. അതൊക്കെ ഈ നാടൻ മനുഷ്യന്മാരോട് CH പറയുമായിരുന്നു. നിങ്ങളെ മക്കളും പഠിക്കണ്ടേ, അവരും കണ്ടുപിടുത്തങ്ങൾ നടത്തണ്ടേ, അവരും വലിയ ആളുകളായി തീരണ്ടേ എന്ന് CH അവരോട് ചോദിച്ച് അതുണ്ടാക്കിക്കൊണ്ടുവന്നു. ഈ വട്ടത്ത് തിരൂരിൽ ലീഗിന്റെ ഒരു സമ്മേളനത്തിൽ CH-നെ പ്രസംഗിക്കാൻ കിട്ടുക എന്നത് ആ കാലഘട്ടത്തിലെ തിരൂർക്കാരുടെ സ്വപ്നമായിരുന്നു. അത് വേങ്ങര വരുമ്പോൾ വേങ്ങരക്കാരുടെ സ്വപ്നമാണ്, അതെല്ലാവരുടെയും ആഗ്രഹമാണ്. പക്ഷെ കട്ടിയുള്ള ഒരു ഡയറിയിൽ സ്ഥലം ബാക്കി ഉണ്ടാവില്ല. 12 മണി 2 മണി വരെ നീളുന്ന പ്രസംഗത്തിൽ പിന്നെ സ്ഥലം ബാക്കി ഉണ്ടാകില്ല. അങ്ങനെ ഇവരിവിടുന്ന് വണ്ടി കയറിയിട്ട് നടക്കാവില്ല, വീട്ടിൽ പോകുമ്പോ പറയും എല്ലാരെയും ആഗ്രഹമാണ് നിങ്ങൾ വരണം. അപ്പോൾ 2 മാസമോ 3 മാസമോ കഴിഞ്ഞിട്ട് ഒരു ഡേറ്റ് ഞാൻ നോക്കാമെന്ന് പറഞ്ഞു വേണമെങ്കിൽ പറഞ്ഞയക്കാം. പക്ഷേ ഡേറ്റിന് പോയ ഒരാളെയും മടക്കി അയക്കാത്ത പ്രഭാഷകൻ കൂടിയാണ് CH മുഹമ്മദ് കോയ സാഹിബ്. നിങ്ങൾ മനസ്സിലാക്കുക. ഡേറ്റ് കൊടുക്കുമ്പോ ഈ കാരണന്മാരോട് CH ചായയും കൊടുത്ത് സംസാരിക്കുമ്പോ കൂട്ടത്ത് ചോദിക്കും, അവിടെ നമ്മുടെ വെട്ടത്ത് LP സ്കൂൾ ഉണ്ടോ? സ്കൂളില്ല. UP സ്കൂള് അതെന്തായാലും ഇല്ല. ഒരു അംഗൻവാടി പോലും ഇല്ല, ഒന്നുമില്ല. കുട്ടികൾ എവിടെ പഠിക്കാൻ പോകണം? 12, 15, 20 കിലോമീറ്റർ ഒക്കെ നടന്ന് പോകുന്നോണ്ട് തന്നെ അങ്ങനെയാണ് പോണത്. അവിടെ കുറച്ച് ഭൂമിയും സമ്പത്തൊക്കെ ഉള്ള ആരാപ്പുള്ളത്. അപ്പൊ ഇവർക്ക് ഡേറ്റ് അല്ലേ ആവശ്യം? ഇവര് പറയും നമ്മൾ അബൂക്കരാജിക്ക് അത്യാവശ്യം സമ്പത്തുണ്ട്, മുഹമ്മദ് ഹാജിക്ക് ഇത്ര ഏക്കർ ഭൂമിയുണ്ട്. പക്ഷേ തിരൂരിൽ ഞാൻ ഇത്ര മണിക്ക് പ്രസംഗിക്കും എന്ന് എഴുതി വെച്ച അതേ ഡയറി CH അബൂക്കരാജിയുടെ പേരും മുഹമ്മദ് ഹാജിയുടെ പേരും എഴുതി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഇവരോട് പറയും, ഞാൻ എന്തായാലും പ്രസംഗിക്കാൻ കൃത്യസമയത്ത് വന്നോളാം, നിങ്ങൾ ഇവരെയും കൂടി ആ യോഗത്തിന് വിളിക്കണം, ക്ഷണിക്കണം, അവരവിടെ വിളിക്കണം, അവരാ യോഗത്തിൽ ഉണ്ടാകണം. എന്നിട്ട് പ്രസംഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രസംഗം. അത് ചെറിയ കാര്യമൊന്നുമല്ല. ഈ അങ്ങാടിയിലൂടെ പ്രകടനം പോകുന്നു. അത്തോളിയിലെ പട്ടി കുരച്ചാൽ ഏറ്റുകുരക്കും പട്ടികളെ. അത്തോളി ആരെന്നറിയോ? CH. ഇവരെ വിളിച്ചതാണ്. അപ്പൊ അത് കേട്ടു, ദുഃഖിതരായി, ടെൻഷനായി. പിറ്റേന്ന് ഹോട്ടലിൽ പോകുമ്പോ ചെറിയ ചായ മക്കാനി പോകുമ്പോ ആരോ ഒരു പത്രം എടുത്ത് വായിച്ചു കൊടുക്കും. അതിൽ കേൾക്കും CH ഇന്ന് ഫറൂഖിൽ. അപ്പൊ മോനതൊന്ന് ഉറക്കെ വായിക്കും. മുസ്ലിം ലീഗ് നേതാവ് CH മുഹമ്മദ് കോയ സാഹിബ് ഇന്ന് വൈകിട്ട് 7 മണിക്ക് ഫറൂഖിൽ മുസ്ലിം ലീഗ് സമ്മേളനത്തിൽ പ്രസംഗിക്കും. അപ്പൊ ഇന്നലെ കേട്ട മുദ്രാവാക്യമാണ് തലയിലുള്ളത്. അപ്പൊ അതിനൊരു മറുപടി കിട്ടാതിരിക്കൂല. അപ്പൊ പോവാണ്. തിരൂരിന്ന്, വേങ്ങരന്ന്, തിരൂരങ്ങാടിന്ന്, വണ്ടൂരിന്ന്, കൊണ്ടോട്ടിന്ന്, മലപ്പുറത്തുനിന്ന്, വളാഞ്ചേരിന്ന് ചൂട്ട് കയ്യിൽ കരുതിയിട്ട് നടന്ന് ഫറൂഖിലേക്ക് പോവാണ്. ബസ്സിലല്ല, കാറിലല്ല, മോട്ടോർ സൈക്കിളിലല്ല. അതിൽ കയറാൻ അവർക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല, അത് കണ്ടിട്ടില്ല. അവര് 1 കിലോമീറ്റർ ഒരു കാറിൽ യാത്ര ചെയ്യാൻ അവസരം കിട്ടാതെ മരിച്ചുപോയവന്റെ പേരക്കുട്ടികളാണ് ഇരിക്കുന്നത്.
അവര് കണ്ടിട്ടില്ല, അവരറിഞ്ഞിട്ടില്ല, അങ്ങോട്ട് പോവാണ്. അത് പോകുമ്പോ CH പ്രസംഗം ഇതൊക്കെയാണ്. ആ പ്രസംഗം തീരാൻ നേരത്ത് പറയും, നിങ്ങൾ ഇന്നലെ മുദ്രാവാക്യം വിളിച്ചു, ഞാനൊരു പട്ടിയാണെന്ന് നിങ്ങൾ എന്നെ ആക്ഷേപിച്ചു. അതെ, അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ, പക്ഷേ ഞാൻ കുരച്ചുകൊണ്ടേയിരിക്കും. എന്റെ ഉമ്മത്തിനെ നോവിച്ചാൽ ഞാൻ കുരച്ചുകൊണ്ടേയിരിക്കും എന്ന് CH പ്രസംഗിച്ചു. അത് കേട്ടു അവര് ആവേശഭരിതരായി. അപ്പൊ തലയിൽ കെട്ടിയിരുന്ന തലയെക്കെട്ട് അയച്ചിട്ട് വീശി, തണ്ടാമ്പരലിൽ നിന്നിട്ട് വീശി, അത് അയച്ചു വീശിയിട്ട് അവര് കൊണ്ടുവന്നിട്ട് സ്ഥാപിച്ചതാണ് ഈ കൊടി, ഈ പതാക. അതിന്റെ പിന്മുറക്കാരാണ് നമ്മൾ. അത് അത്ര പെട്ടെന്ന് ഇളക്കി മാറ്റാം എന്നാരും വിചാരിക്കേണ്ട. അത് പലരുടെയും വികാരങ്ങളിൽ ഉണ്ടായിട്ടുള്ള പൊളിറ്റിക്കൽ മൂവ്മെന്റ്. അങ്ങനെയാണ് ഇതിന് ഇത്ര ഉറപ്പ് കിട്ടിയത്, അതിനിത്ര ബലം കിട്ടിയത്. അങ്ങനെ വട്ടത്തുനിന്ന് ആരെങ്കിലും പരിപാടിക്ക് ക്ഷണിക്കാൻ പോയാൽ ഈ പേര് എഴുതി വെക്കും. CH 7 മണിയാകും വരൂല, 8 മണിയാകും വരൂല, 9 മണിയാകും വരൂല. വരാതിരിക്കില്ല, വേറെ എവിടെ പറയണം. ഒരു 10 മണിയാകുമ്പോ 12 മണിയാകുമ്പോ കയറി വരും. നിശബ്ദത പോലും നിശബ്ദമാകുന്ന നിമിഷം എന്ന് CH കുറിച്ച് ഒരാൾ എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. പ്രസംഗം തുടങ്ങിയാൽ പിന്നെ നിശബ്ദത പോലും നിശബ്ദമാകുമെന്ന്. അത്ര വലിയ നിശബ്ദത. ആ പ്രസംഗത്തിന്റെ മധ്യത്തിൽ കത്തിക്കാളുന്ന നേരത്ത് പെട്ടെന്ന് പ്രസംഗം സ്റ്റോപ്പാക്കിയിട്ട് ചോദിക്കും സദസ്സിനോട്, അല്ല നമ്മുടെ അബൂക്കരാജി യോഗം കേൾക്കാൻ വന്നിട്ടില്ലേ? നമ്മളെ മുഹമ്മദ് ഹാജിയെ നിങ്ങൾ വിളിച്ചിട്ടില്ലേ? അവര് വന്നിട്ടില്ലേ? ആയിരക്കണക്കിന് മനുഷ്യന്മാരിൽ ഇത്ര ഉഗ്രപ്രതാപിയായ ഒരു മനുഷ്യൻ സ്വന്തം പേര് പറയില്ലേ? മൂപ്പര് ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ സദസ്സിൽ എണീറ്റ് വെക്കും. അപ്പൊ അടുത്ത പരിപാടി എന്താണെന്നറിയോ? അള്ളാഹു നിങ്ങൾക്ക് ഒരുപാട് നിയമത്ത് തന്നില്ലേ, ഏക്കർ കണക്കിന് ഭൂമി തന്നില്ല, ഒരു 2 ഏക്കർ ഭൂമി എനിക്ക് എഴുതി തരൂ, ഞാൻ അവിടെ ഒരു LP സ്കൂൾ തരാം. ആ സാധു ഇരുമ്പ് പെട്ടിയിൽ ഭദ്രമായി അനന്തരാവകാശികൾക്ക് കൊടുക്കാൻ സൂക്ഷിച്ച ആധാരവും ഒപ്പിട്ട് വാങ്ങിയിട്ടാണ് CH തിരിച്ചു പോയത്. ആ നാട്ടിലെ LP സ്കൂളാണ്. അവിടുന്നാണ് നമ്മൾ ഓത്തുപള്ളിയിൽ നിന്ന് 1-ാം ക്ലാസ്സിലേക്ക് പോയത്. ഈ നാട്ടിലെ മാപ്പിള മല്ലാക്കന്മാർ നടത്തുന്ന ഓത്തുപള്ളിയിൽ നിന്ന് 1-ാം ക്ലാസ്സിലേക്ക് നടത്തിയ ഒരു യാത്രയുണ്ട്. അതങ്ങനെയാണ്. അങ്ങനെ ഉണ്ടായ അഭിവൃദ്ധിയാണ്, പുരോഗതിയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, CH ഇങ്ങനെ കയ്യും കെട്ടി നോക്കി നിന്നിട്ട് ഇതൊരു വല്ലാത്ത കാലം എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കും, ബാബരി മസ്ജിദ് തകർന്നപ്പോ ശിഹാബ് തങ്ങൾ പറയണം ക്ഷേത്രങ്ങൾക്ക് കാവലിരിക്കണം. അത് ഇന്ന് വൈകുന്നേരമാണ് പറഞ്ഞിരിക്കണെങ്കിലോ സോഷ്യൽ മീഡിയയിൽ ആ സാധുവിനെ പൊങ്കാലിട്ട് പോയി. ഒരു പള്ളി പട്ടാപ്പകല് പൊളിച്ചിട്ട് ക്ഷേത്രങ്ങൾക്ക് കാവലിരിക്കാൻ പറയണോ? ചോദിക്കൂലേ? കൾച്ചർ മാറി, സ്വഭാവം മാറി. അതന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ M ഗംഗാധരന്റെ കണ്ണു നിറഞ്ഞു. അതന്ന് പറഞ്ഞപ്പോൾ വീരേന്ദ്രകുമാർ വിതുമ്പി. അത് നിങ്ങൾ മനസ്സിലാക്കണം. അവരുടെ കണ്ടമിടറി. എന്ത് പാതകമാണ് ഈ ചെയ്തതെന്നവർ ആരോടൊക്കെ എന്നില്ലാതെ ചോദിച്ചുകൊണ്ടേയിരുന്നു. നിങ്ങളൊന്ന് ആലോചിക്കണം. അപ്പൊ നമ്മൾ ഒരു സംസ്കാരത്തെ ഇവിടെ കൊണ്ടുവന്നു. എന്നെങ്കിലും ഒരു വാക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ നമ്മൾ ഒരാളെയും നോവിച്ചില്ല. ഇവിടുത്തെ ഒരു മതസംഘടനയും നോവിച്ചില്ല. അവരൊക്കെ അവരുടെ വർക്കാണ് ചെയ്തത്, അവരുടെ പ്രവൃത്തിയാണ് ചെയ്തത്. TP അബ്ദുള്ള കോയ മദനിയുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹുസൈൻ മടവൂരിന്റെ, അല്ലെങ്കിൽ കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂരിന്റെ വരെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് ഒരു വർഗീയവാദി എന്ന് പറയാൻ കഴിയുമോ? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ജിബ്രി മുത്തുകോയ തങ്ങൾ ഒരു വർഗീയവാദിയാണെന്ന് ആർക്കും പറയാൻ കഴിയുമോ? ബഹുമാനപ്പെട്ട ഗാന്ധപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇയാൾ വർഗീയത പ്രവർത്തിക്കുമെന്ന് പറയാൻ കഴിയുമോ? പാണക്കാട് തങ്ങന്മാർ അതിന് കൂടെ നിൽക്കുന്നവരാണെന്ന് പറയാൻ കഴിയുമോ? അപ്പൊ അങ്ങനെയുള്ള ഒരു സംസ്കാരത്തെ, ഒരു കൾച്ചറിനെ നമ്മൾ ഇവിടെ വിഭാവനം ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. അതിലൊരു സംശയവുമില്ല. അങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്ത് പ്രവർത്തിച്ചത്. പിന്നെ ആർക്കാണ് പേടി? ആർക്കാണ് ഭയം? ഞാൻ ഈ പറഞ്ഞ നേതാക്കന്മാരാണ് ഈ ഉമ്മത്തിന്റെ നേതാക്കന്മാർ. അവരുടെ അനുയായികളാണ് ഇവിടെ ഉള്ളവരിൽ ബഹുഭൂരിപക്ഷവും. പിന്നെ ആർക്കാണ് ഭയം? ഈ തട്ടപ്പേടി ആർക്കാണ്? ആ ഭയം വേറെ ആൾക്കാർ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. പേടിപ്പിക്കുന്നവൻ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് പേടിച്ചില്ലെങ്കിലോ എന്നുള്ള കാര്യം. ഞാനിപ്പോ ഫാസിലിനെ പേടിപ്പിക്കാൻ തീരുമാനിച്ചാൽ ഫാസിൽ പേടിച്ചില്ലെങ്കിലോ? ഞാൻ പേടിക്കുന്നില്ല എന്ന് ഫാസിൽ തീരുമാനിച്ചാൽ കഴിഞ്ഞില്ലേ? അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ മണ്ണ് കുഴിച്ചു നോക്കിയാൽ നമ്മുടെ പൂർവികന്മാരുടെ രക്തത്തിന്റെ ഗന്ധം ഈ മണ്ണ് ഇപ്പോഴും നമുക്ക് പറഞ്ഞു തരും.
അവിടെ നിങ്ങൾ പേടിക്കരുത്. ശിരസ് ഉയർന്നു നിൽക്കണമെന്ന് മമ്പുറം തങ്ങൾ പാപ്പ എത്ര കൊല്ലം മുമ്പാ പറഞ്ഞത്. നിങ്ങളുടെ ശിരസ് കുനിയരുത്, നിങ്ങൾ ഒരാളെയും തമ്പ്രാൻ എന്ന് വിളിക്കരുത്. നമ്മളോട് മാത്രമല്ല, കണ്ണാഞ്ചിരട്ടയിൽ ചായ കുടിക്കാനും തേക്കിന്റെ ഇലയിൽ ചോറ് തിന്നാനും വിധിക്കപ്പെട്ട ഇവിടുത്തെ ദളിത് സമൂഹത്തോടു കൂടിയായിരുന്നു ആ വർത്തമാനം. ഒരാളെയും നിങ്ങൾ തമ്പ്രാൻ എന്ന് വിളിക്കരുത്, ഒരാളുടെയും മുമ്പിൽ നിങ്ങളുടെ ശിരസ് കുനിയരുത്. അഥവാ നിങ്ങളുടെ ശിരസ് കുനിഞ്ഞാൽ അത് നിവരാൻ വേണ്ടിയായിരിക്കണം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയത് മമ്പുറം തങ്ങളാണ്. അപ്പൊ ഞാൻ എന്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ കാലത്തെ കയ്യും കെട്ടി നോക്കി നിൽക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. സോഷ്യൽ മീഡിയ അത് മാത്രം അഭിരമിച്ച് കഴിഞ്ഞാൽ പോരാ. അതിന്റെ അപ്പുറത്തേക്കൊരു വലിയ ലോകമുണ്ട്. ആ ലോകം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം, നമ്മൾ അറിയണം, നമ്മൾ കാണണം. നമ്മുടെ കുട്ടികൾ അറിയേണ്ടത് അറിയുന്നില്ല, കാണേണ്ടത് കാണുന്നില്ല, കേൾക്കേണ്ടത് കേൾക്കുന്നില്ല. നമ്മളെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളല്ല. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 13 വയസ്സായ ഒരു ചെറുപ്പക്കാരന് വോട്ടില്ല. അന്ന് അവൻ കാഴ്ചക്കാരനായി. ഇപ്പോൾ അവന് 18 വയസ്സായി. ഇപ്പോൾ അവൻ ഇടപെടുന്നവനാണ്, വോട്ട് ചെയ്യുന്നവനാണ്. പക്ഷെ അവൻ കണ്ടത് വന്ന വഴി നിങ്ങൾ മനസ്സിലാക്കണം. എന്തൊക്കെ പഠിച്ചു ഈ സോഷ്യൽ മീഡിയ തുറന്നു വെച്ചപ്പോൾ കിട്ടിയത് അവരുടെ മനസ്സിലുള്ളൂ. എല്ലാവരും അങ്ങനെ എല്ലാം നല്ല പറയുന്നത്. അതുകൊണ്ട് ചെറുപ്പക്കാരോട് പോയ കാലത്തെ കുറിച്ച് പറയണം, നമ്മുടെ നയങ്ങളെ കുറിച്ചും സമീപനങ്ങളെ കുറിച്ചും സംസാരിക്കണം, ഈ നാടിന്റെ ഹിസ്റ്ററിയെ കുറിച്ച് പറയണം. അവൻ അവന്റെ വീട്ടിൽ അവന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഹിസ്റ്ററി കേൾക്കാൻ താല്പര്യമില്ലാത്തവനാണ്. പക്ഷേ അങ്ങനെ ഒരു തലമുറ ഇവിടെ ഉണ്ടാവണം, ജീവിക്കണം, വളരണം എന്നത് ഒരു അജണ്ടയാണ്. ആരുടെയോ അജണ്ടയാണ്. ആ അജണ്ടയാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. ഇവിടെ എല്ലാറ്റിനും ആളുണ്ട്. പണം കൊടുത്താൽ എന്തിനും ആളെ കിട്ടും. പണം കൊടുത്താൽ നിങ്ങൾക്ക് എന്നെ നന്നാക്കി തരാൻ ഇവിടെ ആളുണ്ട്. പണം കൊടുത്താൽ എന്നെ മോശാക്കി തരാനും ആളുണ്ട്. മോശാക്കണോ നേരാക്കണോ എന്നാണ് ചോദ്യം. അത് മോശാക്കാൻ എത്ര ലക്ഷം റുപ്യ, നേരാക്കാൻ എത്ര ലക്ഷം റുപ്യ. അത് കൊടുത്താൽ അതിന്റെ PR വർക്ക് ഉണ്ട്, നേരാക്കി തരും. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഓരോ കാര്യങ്ങളും, പിണറായിയുടെ ഭരണം 5 വർഷം പിന്നിടാൻ വേണ്ടി പോവുകയാണ്. ഏതാനും മാസങ്ങളെ ഉള്ളൂ. വേണമെങ്കിൽ ആ കണക്ക് പുസ്തകം ഒന്ന് മറിച്ചു നോക്കൂ. ആ കണക്ക് പുസ്തകം അല്പം ബടായി മാത്രം പറഞ്ഞ് നമ്മളെ അവകാശങ്ങൾ ഓരോന്നോരോന്നോരോ, ഞാൻ എണ്ണി പറയുന്നില്ല, ഓരോന്നോരോന്നായി നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഓരോന്നോരോന്നായി കോടിക്കണക്കിന് രൂപ പ്രവാസത്ത് പോയി അധ്വാനിച്ചു, ഈ നാട്ടിലേക്ക് അയച്ചു, ഇവിടുത്തെ സമ്പത്ത് വ്യവസ്ഥയെ പുഷ്ടിപ്പെടുത്തി. പക്ഷെ അവന്റെ മക്കൾ സംഭരണയില്ല, അവന്റെ മക്കൾക്ക് നിയമനമില്ല. ഇന്നും പോയിട്ടുണ്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നൊരു വിമാനം യൂറോപ്പിലേക്കാണ്. 100-300 യാത്രക്കാരുണ്ട്. ഓരോ യാത്രക്കാരും തിരിച്ചു വരാം എന്ന നെയ്യത്തിലല്ല പോരുന്നത്. അവിടെ സെറ്റിലാകാൻ പറ്റുമെന്ന് നോക്കിയിട്ടാ പോകുന്നത്. അവിടെ നിൽക്കുകയാണ്. ഈ ഗൾഫ് കുറെ കൂടി നമ്മളോട് അടുത്ത് നിൽക്കുന്നതുകൊണ്ടും മറ്റുമാണ് പോകുന്നത്. അതും പോകുന്നത് നിങ്ങൾ നോക്കണം, ഭാര്യനെയും കുട്ടികളെയും കൊണ്ടിട്ടാണ് ഗൾഫ് പോകുന്നത്. കിട്ടുന്ന പൈസന്റെ പകുതി ഇപ്പൊ അവിടെ ചെലവഴിക്കാൻ തുടങ്ങി. കാരണം ഈ നാട് എന്ത് കൊടുത്തു അവർക്ക്? ഈ നാട് അവരുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തോ? ഈ നാട് അവരുടെ മക്കൾക്ക് ജോലി കൊടുത്തോ? ഈ വീട്ടിലെ എല്ലാ കുട്ടികൾക്കും ഡിഗ്രിയും ബിരുദവും ബിരുദാന്തര ബിരുദവും ഒക്കെ ഇല്ലേ? എന്തെങ്കിലും കൊടുത്തോ? എന്ത് കാത്താണ് നിൽക്കേണ്ടത്? ഈ ഉമ്മത്തിന് എന്ത് സ്ഥാപനം, ഒരു കോളേജ് കിട്ടി? നിങ്ങൾ ഒരു കോളേജിന്റെ പേര് പറയും. മുസ്ലിം സമുദായം വിദ്യാഭ്യാസപരമായി പിന്നോക്കമാണ്. എന്നാൽ 10 കൊല്ലമായി പിണറായി ഭരിക്കുന്നു. കിട്ടിയ ഒരു കോളേജിന്റെ പേര്, ഒറ്റ കോളേജ് പറഞ്ഞാൽ മതി. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരു കോളേജ്, ഒരു സർവകലാശാല വന്നോ? ഒരു നല്ല ആശുപത്രി വന്നോ? എന്തിന് വരണം? ബടായി പറയാൻ. സെക്രട്ടേറിയറ്റിലല്ല ഭരണം നടക്കുന്നത്. സെക്രട്ടേറിയറ്റിന്റെ പുറത്ത് എവിടെയോ ഒരു 100 സ്ക്വയർ ഫീറ്റ് മുറിയുണ്ട്. അവിടെ ഒരു ലാപ്ടോപ്പും വെച്ചൊരു 4 ആൾ ഇരിക്കുന്നുണ്ട്. അതാണ് PR വർക്ക്. അത് മതി നമുക്ക്, അത് മതി നമുക്ക്. അതാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലത്തെ തിരുത്താവാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ ചെറുപ്പക്കാർക്ക് സാധിക്കണം. അതാണ് അനീതിയുടെ കാലത്തിലെ യുവതയുടെ തിരുത്ത് എന്ന് പറയുന്ന ഈ പ്രമേയം വഴി നടക്കുന്നത്. ഈ പ്രമേയം യൂത്ത് ലീഗിന്റെ സമ്മേളനത്തിന് നൽകിയിരിക്കുന്നത് എന്ന് കൂടി ഞാൻ നിങ്ങളോട് പറയുന്നു. കാലാവസ്ഥ കുറച്ച് പ്രതികൂലമാണ്, എന്നാൽ പോലും വളരെ സമ്പന്നമായ ഒരു സമ്മേളനം ഫാസിലും അതുപോലെ തന്നെ റഹൂഫിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ ഇരിക്കുന്ന മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെയൊക്കെ ആശീർവാദത്തിൽ വെട്ടം പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് പൂർത്തീകരിച്ചിരിക്കുകയാണ്. വെട്ടത്തിന്റെ രാഷ്ട്രീയ മുന്നേറ്റത്തിൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തോട് ചേർന്ന് നിന്ന ഒരു പച്ച മനസ്സുള്ള സ്ഥലമാണ്
വട്ടം എന്ന് പറയുന്നത് അതിനുവേണ്ടി നിങ്ങളുടെ ഉயிருള്ള പ്രവർത്തനം കാരണമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.